തെറ്റുകൾക്ക് വേണ്ടി അവരൊക്കെ സഹിക്കുകയാണ്. ഇപ്രകാരം ഓരോ അടിയും കൊള്ളുമ്പോൾ അവന്റെ മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോവുകയാണ്. അവന്റെ ശരീരം മുഴുവൻ ഉഴവുചാലുകൾ പോലെ കീറിപ്പിടിക്കപ്പെട്ടു. ഇവിടെ കൊണ്ട് തീരുന്നില്ല. അവന്റെ ശരീരത്തിലുള്ളതായ സകല രക്തവും അവന്റെ മുറിവുകളിലൂടെ ഊറെ കറങ്ങുകയാണ്. ഭാരമേറിയ കുരിശ് യേശു തമ്പുരാന്റെ ചുമലിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. കുരിശു വഹിച്ചുകൊണ്ട് മൃതപ്രാണനായ മനുഷ്യൻ തനിയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവന്റെ ശരീരം ആകെ അസ്വസ്ഥമായി തളർന്നു പോയിരിക്കുകയാണ്. ആ തളർന്ന മനുഷ്യന്റെ ചുമലിലേക്കാണ് ഭാരമേറിയ ഒരു കുരിശ് എടുത്തു വെച്ചിരിക്കുന്നത്. അവനെ കുരിശും വഹിച്ചുകൊണ്ട് പ്രാഞ്ചി നടക്കുകയാണ്. കാരണം നേരെ നടക്കാൻ കഴിയത്തില്ല. അവൻ വീണു പോവുകയാണ്. പലപ്പോഴും വീഴുന്ന സമയത്തൊക്കെ അവന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ചട്ടവാറ കൊണ്ട് ആഞ്ഞടിക്കുകയാണ്. ഈ അടികളൊക്കെ സഹിച്ചു അവന്റെ രക്തവും വിയർപ്പുമായിട്ട് ഇങ്ങനെ ഒഴുകി ഇറങ്ങി അവൻ വീഴുന്ന തകർത്തു തറകളുടെ മണ്ണും ചെളിയുമൊക്കെ കുഴഞ്ഞു. ഏകദേശം മഴവെള്ളത്തിൽ ചെളിയിൽ കളിക്കുന്ന ഒരു കുഞ്ഞിന്റെ ശരീരം പ്രകാരമായിരിക്കുന്നു. അപ്രകാരം രക്തവും വിയർപ്പും ചെളിയും കൊണ്ട് നിറഞ്ഞ് ഒരു വികൃത ശരീരവുമായി തീർന്നു. നമ്മുടെ ദൈവത്തിന്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ട് പാപത്തിന്റെ ഫലമായി നമ്മുടെ കർത്താവ് അനുഭവിച്ച പീഡകൾ. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിന കയ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാത്തി, നഗ്നതയോ എന്നെ അവർ തൂക്കി. പാടുന്നുണ്ട്. പക്ഷേ ആ പാട്ടിന്റെ അർത്ഥം എന്താണോ, അതിന്റെ സാഹചര്യം എന്താണെന്നോ നമ്മൾ ചിന്തിക്കും. ഇവിടെ വികൃതമായ രൂപത്തിൽ ആ യേശു അടികൊള്ളുന്നു. കുരിശു ചുമപ്പാൻ ശീമൻ വരുന്നുണ്ട്. എന്നാൽ പോലും ആ കുരിശു തോളിലിരിക്കാൻ, അത് വയ്ക്കാൻ പോലും കഴിയില്ലാത്ത അവസ്ഥയിൽ, ബലഹീനമായ അവസ്ഥയിലായി തീർന്നിരിക്കുകയാണ്. ആ അവസ്ഥയിൽ യേശു തമ്പുരാൻ കാൽവരി മലയിലൂടെ നഗ്നപാതനായി നടന്നു പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കൈകളിലും കാലുകളിലും ആണി അടിച്ചു. നമുക്കറിയാം, ഒരു കയ്യിലായാലും കാലിലായാലും ശരി തന്നെ, ശരീരത്തിൽ എവിടെയായാലും ശരി തന്നെ, ഒരാണി അങ്ങോട്ട് കയറുമ്പോൾ അതിന്റെ വേദന എങ്ങനെയായിരിക്കും? അത് മാത്രമല്ല, ആ കുരിശിനോട് ചേർത്ത് വെച്ച് ആ കുരിശിൽ ബലമായിട്ടിരിക്കാൻ വേണ്ടി ഏകദേശം 6 ഇഞ്ച് നീളമുള്ള ഒരു ആണികളാണ് അവർ തയ്യാറാക്കിയത്. ഈ ആണി ആ കൈകളിലും കാലുകളിലും അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്ന് സങ്കല്പിച്ച് നോക്കുകയും, അത് കഴിഞ്ഞു ആ കുരിശോടെ എടുത്ത് വലിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്കാണ് ഈ കുരിശ് ഇറക്കി വെക്കുന്നത്. ഈ കുഴിയിലേക്ക് കുരിശ് ഇറക്കി വെക്കുമ്പോൾ ആ കുരിശിൽ ഇങ്ങനെ